കൂട്ടുകാരന്റെ മരണവാർത്ത അവന്റെ വീട്ടിൽ അറിയിക്കാൻ പോയതാണ് ആ യുവാവ്. കൂട്ടുകാരന്റെ അച്ഛനും അമ്മയും ഉമ്മറപ്പടിയിൽ നിൽപ്പുണ്ട്. മകന്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി. അവർ അവനു വേണ്ടി വിരുന്നൊരുക്കി. മകന് കൊടുക്കാനുള്ള മധുരപലഹാരങ്ങൾ പൊതിഞ്ഞവനെ ഏൽപ്പിച്ചു. സന്തോഷത്താൽ മതിമറന്നു നിൽക്കുന്ന ആ വീട്ടുകാരോട് അവരുടെ മകന്റെ മരണവാർത്ത പറയാൻ യുവാവിന്റെ നാവ് പൊങ്ങിയില്ല. അയാൾ നടന്നകന്നു. എല്ലാം അറിയാൻ ശ്രമിക്കുമ്പോഴാണ് ആശങ്കയും അരക്ഷിതാവസ്ഥയും കൂടൊരുക്കുന്നത്. എല്ലാ വിവരങ്ങളും പ്രചോദനാത്മകമല്ല. മുൻകൂട്ടി ലഭിക്കുന്ന വാർത്തകൾ മുൻകരുതലിന് ഉപകരിക്കുമെങ്കിലും അവ പലപ്പോഴും മുൻവിധികളിലേക്കാണ് നയിക്കുക. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഉപകാരമില്ലാത്ത കാര്യങ്ങളുടെ ശ്രവണവും പ്രചരണവുമാണ് കലഹങ്ങളുടെയും കലാപങ്ങളുടെയും കാരണം. നാവിന്റെ വകതിരിവാണ് കാതിന്റെ പ്രമാണം. എല്ലാം എല്ലാവരോടും വിളിച്ചു പറയുന്നവരല്ല. ഓരോന്നും അതറിയേണ്ടവരിൽ മാത്രം നിലനിർത്താൻ കഴിയുന്നവരാണ് വിവേകമുള്ളവർ. തത്സമയ വിവരണങ്ങളെക്കാൾ പ്രാധാന്യം തക്ക സമയത്തുള്ള വിശദീകരണങ്ങൾക്കായിരിക്കും. അത്യാഹിതത്തിൽ ഉൾപ്പെട്ടവരുടെ മുന്നിലിരുന്ന് സ്വന്തം സുഖാനുഭവങ്ങൾ അയവിറക്കരുത്. ആഹ്ലാദത്തിനിടയിൽ ആർക്കാണ് അപരന്റെ ദുഃഖങ്ങളെ താലോലിക്കാൻ സമയമുണ്ടാവുക? പറയുന്ന ആളുകളുടെ വിശ്വാസ്യത മാത്രമല്ല, കേൾക്കുന്ന ആളുകളുടെ സ്വീകരണശേഷിയും പ്രസക്തമാണ്. അനർത്ഥം അസമയത്ത് അറിയുന്നതും യോജ്യമായ സമയത്ത് അറിയുന്നതും ആയുർദൈർഘ്യത്തിൽ പോലും വ്യത്യാസം സൃഷ്ടിക്കും. ചില കാര്യങ്ങൾ അറിയാതിരിക്കുന്നതാണ് മുന്നോട്ടുള്ള പ്രയാണത്തിന് നല്ലത്. അപ്രതീക്ഷിതമായ വിരഹങ്ങളോ വേദനകളോ സമ്മാനിക്കുന്ന വികാര വിക്ഷോഭത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു ജന്മം പോലും ചിലപ്പോൾ തികയാതെ വരും.